ഇന്നൊരു ഫുഡ് വ്ലോഗ് ആണ്. പമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഏട്ടൻ പറഞ്ഞത് വാ നമുക്ക് മന്തി കഴിക്കാം. ഞാൻ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഒരു ജ്യൂസ് വാങ്ങി തന്ന കമ്പനിക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് അനിയൻ വന്നത്. പിന്നെ അവനെയും അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഞങ്ങളെ സ്ഥിരം മന്തി സ്പോട്ടായിട്ടുള്ള ബേറൂട്ട് മന്തിയിലേക്ക് പോയി. സാധാരണ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ തിരക്ക് കുറവായിരുന്നു. സാധാരണ ഞങ്ങൾ നോർമൽ മന്തിയായിരുന്നു വാങ്ങാറുള്ളത്. ഇന്ന് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തീർന്നത് കൊണ്ട് അൽഫാം മന്തി വാങ്ങി. ഓർഡർ ചെയ്ത് ജ്യൂസ് വരുന്നത് വരെ ഇവരെ വായിൽ നോക്കി നിൽക്കണ്ടേന്ന് കരുതി ഞാനൊരു കുബൂസ് വാങ്ങിയിട്ടുണ്ട്. ഏട്ടൻ്റെ ചിക്കൻ ഫുള്ള് കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ പകുതി എനിക്ക് തന്നിട്ടുണ്ട്. മന്തിയുടെ ടേസ്റ്റ് പറയാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. മാരേജ് കഴിഞ്ഞ ടൈമിൽ ഏട്ടൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുതന്നിട്ടുണ്ടെങ്കിൽ കുഴിമന്തി ആയാലും അൽഫാമായാലും സാധനം കണ്ടുകൂടായിരുന്നു, ഞാൻ കഴിക്കില്ല. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് വാങ്ങിത്തരുമെന്ന് ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു ടൈം. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തതിന് ശേഷം മന്തിയുടെ കൂടെ കിട്ടിയ ഡിപ്പും സാലഡൊക്കെ വെച്ച് ഞാൻ ആ കുബൂസിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് കഴിക്കും. കുബൂസ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നേ, തിന്നാൻ അടിപൊളിയായിരുന്നു. എന്നെ ഒന്ന് തിന്നത് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് വേറൊരു കുബൂസും കൂടി വാങ്ങി. അങ്ങനെ അതും സെയിം രീതിയിൽ ഡിപ്പും സാലഡൊക്കെ ഫില്ല് ചെയ്ത് ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. ഈ ഹാഫ് മന്തിയിൽ അവർ രണ്ടാളും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി അതും കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഗ്രേപ്പ് ജ്യൂസാണ് വാങ്ങിയത്. ഏട്ടനൊരു മിൻറ്റ് ലൈമും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മിൻറ്റ് ലൈം കുടിക്കാൻ നല്ല രസമാണ്. ആരെയും കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി പുറത്ത് വന്ന് നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ. ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ മഴയൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ മൂന്നാൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ